ഹായ് ഫ്രണ്ട്സ്, പോക്കോ M2 Pro നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുകയാണ്. ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ടെന്ന് എനിക്കറിയാം. നമ്മൾ ഒരു മാസത്തോളം ഓർഡർ ചെയ്ത് വെയിറ്റ് ചെയ്തത് പിന്നീട് ക്യാൻസലായി പോയി. ഇപ്പോൾ ഞാൻ എറണാകുളത്തേക്ക് വരുത്തിയിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് എടുപ്പിക്കുകയായിരുന്നു. എന്നാൽ ലേറ്റ് ആയാലും കുഴപ്പമില്ല, ചേട്ടൻ ചെയ്തോളൂ. നമ്മൾ ഒരുപാട് സുഹൃത്തുക്കൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ആ ധൈര്യത്തിൽ തന്നെയാണ് രണ്ടാമത് ഞാൻ ഓർഡർ ചെയ്ത് എറണാകുളത്ത് വരുത്തിച്ച് അവിടെ നിന്ന് ഇങ്ങോട്ട് എടുപ്പിച്ചത്. അപ്പോൾ എന്തായാലും പോക്കോ M2 Pro നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുകയാണ്. നമുക്ക് ഇതിൻ്റെ ഒരു അൺബോക്സിംഗ് ആൻഡ് ഇനീഷ്യൽ ഇംപ്രഷൻ ഈ ഒരു വീഡിയോയിലൂടെ ഒന്ന് നോക്കാം. നേരെ വീഡിയോയിൽ അപ്പോൾ ഇതാണ് നമ്മുടെ പോക്കോ M2 Proയുടെ ബോക്സ്. യൂഷ്വലായിട്ട് വരുന്ന തരത്തിലുള്ള ഒരു ബോക്സ് തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ റിയർ സൈഡിൽ കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. സ്നാപ്ഡ്രാഗൺ 720G 33 വാട്ട് ഫാസ്റ്റ് ചാർജിങ്. ഈ ഒരു ഫാസ്റ്റ് ചാർജിങ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ആദ്യമാണ്. 30 വരെയാണ് നമ്മൾ മറ്റ് ഫോണുകളിലൊക്കെ കണ്ടിട്ടുള്ളത്. 33 ഫാസ്റ്റ് ചാർജിങ്ങുമായിട്ടാണ് ഈ ഒരു ഫോൺ വരുന്നത്. മെയ്ഡ് ഇൻ ഇന്ത്യ എന്ന് കൊടുത്തിട്ടുണ്ട്. 6GB RAM 64GB സ്റ്റോറേജ് ആണ് നമ്മുടെ കയ്യിലിരിക്കുന്ന ഈ യൂണിറ്റ്. അപ്പോൾ എന്തായാലും ഇത് റീറ്റെയിൽ യൂണിറ്റ് ആണ്. ഇപ്പോൾ നമ്മൾ ബോക്സ് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് യൂഷ്വലി കാണാറുള്ള പോലെ തന്നെ ഒരു മഞ്ഞ ബോക്സ് ഇതിനകത്ത് ചെറുത് കാണാം. ഇതിനകത്ത് കേസും കാര്യങ്ങളൊക്കെയാണ് ഉണ്ടാവാറുള്ളത്. നമുക്ക് നോക്കാം. അതിനു മുമ്പ് ഫോണിൻ്റെ കാര്യം ഒന്ന് നോക്കാം. ഫോൺ നമുക്ക് അവിടെ വയ്ക്കാം. അതിനകത്ത് ബാക്കിയുള്ള കണ്ടൻസ് എന്താണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കാം. ഒരു ചാർജറും ഒരു ടൈപ്പ് സി കേബിളുമാണ് ഇതിനകത്ത് വരുന്നത്. അവിടെ നിങ്ങൾക്ക് ഇവിടെ കാണാം ചാർജർ. 33 വാട്ട് ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്ന ചാർജറാണ് ഇതിനകത്തുള്ളത്. അതേപോലെ തന്നെ ഒരു ടൈപ്പ് സി കേബിളും ഇതിൻ്റെ ഒപ്പം വരുന്നു. ഇനി ഈ കേസിനകത്ത് എന്തൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് ഫോണിനുള്ള ഒരു കേസ് ഉണ്ട്, സിം ജെറ്റർ ടൂൾ ഉണ്ട്, കുറച്ച് ഡോക്യുമെന്റേഷനും കാര്യങ്ങളും വരുന്നുണ്ട്. കേസിലേക്ക് നോക്കിയാൽ അത്യാവശ്യം നല്ല സ്ട്രോങ് ആയ ഒരു കേസാണ്. അപ്പോൾ ഇതിനെ ഫ്ലെക്സിബിളും ആണ്. ഇത്തിരി എഡ്ജൊക്കെ കയറി നിൽക്കുമെന്ന് തോന്നുന്നു. ഇതിൻ്റെ എഡ്ജ് കാണുമ്പോൾ ഞാനത് അപ്ലൈ ചെയ്തിട്ട് കാണിച്ചു തരാം. ഇത് നല്ലൊരു സോളിഡ് ആയ കേസ് തന്നെയാണ്. ഇനി നമുക്ക് ഫോണിലേക്ക് വരാം. ഫോണിലേക്ക് വരുമ്പോൾ അത് കയ്യിലെടുക്കുമ്പോൾ തന്നെ നമുക്ക് കിട്ടുന്ന ഒരു ഫീൽ എന്ന് പറയുന്നത് Redmi Note 9 ഒക്കെ അതേ ഫീൽ തന്നെയാണ്. ഏറെക്കുറെ അതൊക്കെ തന്നെയാണ് ഈ സംഗതി. എങ്കിലും നമുക്ക് ഒരു നല്ല സോളിഡായ സ്ട്രോങ് ആയ ഒരു ഫോണായിട്ട് തന്നെയാണ് കയ്യിൽ ഫീൽ ചെയ്യുന്നത്. ഒരു റിയർ സൈഡ് ലുക്കൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഏറെക്കുറെ ഒരു ചെറിയൊരു ഡിസൈൻ ഷെയ്ഡ് നടുവിൽ കാണുന്നത് ഒഴിച്ചാൽ ബാക്കിയെല്ലാം നമുക്ക് Note 9 Proയുടെ ലുക്ക് തന്നെയാണ്. സോ ഇവിടെ നമ്മൾ വേറെ കാര്യമായ ഘടകങ്ങളൊന്നും പരിഗണിക്കാനില്ല. എങ്കിലും നമുക്ക് ഇതിൻ്റെ ഒരു ചെറിയ ഓവർവ്യൂ എടുക്കാം. റിയർ സൈഡിൽ നമുക്ക് ഗ്ലാസ് ഡിസൈൻ തന്നെയാണ്. പോക്കോ എന്നുള്ള ബ്രാൻഡിങ് താഴെ കാണാം. ക്വാഡ് ക്യാമറയുടെ സെറ്റപ്പ് ടോപ്പ് സൈഡിലും കാണാം. ഒരു ഗ്രേഡിയൻ്റ് പോലെ, ഗ്രേഡിയൻ്റ് അല്ല, രണ്ടായിട്ട് തിരിയുന്നുണ്ട്. ആ കളറിൻ്റെ ഒരു ഷെയ്ഡ് സെൻട്രലായിട്ട് നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഇതാണ് നമുക്ക് ഇതിന് റിയർ സൈഡിലെ ഒരു ലുക്ക് എന്ന് പറയുന്നത്. Gorilla Glass 5ന്റെ പ്രൊട്ടക്ഷൻ ആണ് ഇതിന് ഫ്രണ്ടിലും ബാക്കിലും ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി ഇതിന്റെ താഴത്തെ സൈഡിൽ വന്നു കഴിഞ്ഞാൽ 3.5mm ഹെഡ്ഫോൺ ജാക്കാണ്. ടൈപ്പ് സി പോർട്ട് ഉണ്ട്. തൊട്ടപ്പുറത്ത് മെയിൻ മൈക്രോഫോൺ, സ്പീക്കർ ഗ്രില്ല് തുടങ്ങിയ കാര്യങ്ങളാണ് താഴത്തെ സൈഡിൽ കാണുന്നത്. ലെഫ്റ്റ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ സിം ട്രേ ആണുള്ളത്. 2 സിമ്മും മെമ്മറി കാർഡും, അതായത് ട്രിപ്പിൾ കാർഡ് സ്ലോട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഡിവൈസ് ആണ്. നമുക്ക് ഇതിന്റെ സിം ട്രേ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ആ കൺഫിഗറേഷൻ ശരി തന്നെയാണെന്ന് ഒന്ന് ഉറപ്പിക്കാം. അപ്പോൾ നമ്മൾ സിം ട്രേ ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ 2 സിമ്മും മെമ്മറി കാർഡും ഉപയോഗിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ട്രിപ്പിൾ കാർഡ് സ്ലോട്ടാണ് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ നമുക്ക് തിരിച്ച് അങ്ങോട്ട് തന്നെ വെക്കാം. ഇനി ഇതിൻ്റെ മറ്റേ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ, വലതുവശത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫിംഗർ പ്രിന്റ് സെൻസറും അതേപോലെ അതിൻ്റെ മുകളിലായിട്ട് വോളിയം റോക്കേഴ്സും കാണാം. കൺവീനിയൻ്റ് ആയ ഒരു പൊസിഷനിൽ തന്നെയാണ് ഫിംഗർ പ്രിന്റ് സെൻസറെങ്കിലും വോളിയം ബട്ടൺ കുറച്ച് മുകളിലാണ്. അപ്പോൾ അത് ഇത്തിരി ഒരു അനവിങ് ആയിരിക്കും അത് യൂസ് ചെയ്യുമ്പോൾ. ടോപ്പ് സൈഡിൽ IR ബ്ലാസ്റ്ററും അതേപോലെ നോയ്സ് ക്യാൻസലിംഗ് മൈക്രോഫോണും കാണാം. അപ്പോൾ ഇത്രയുമാണ് ഇതിൻ്റെ ഒരു ഓവർവ്യൂ. ഫ്രണ്ടിൽ നമുക്ക് LCD ഡിസ്പ്ലേ ആണ്. സ്ക്രീൻ ഗാർഡൊക്കെ പ്രീ അപ്ലൈഡ് ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിത് ബൂട്ടപ്പ് ചെയ്തെടുക്കാം. അതിനിടയ്ക്ക് ഇതിൻ്റെ പ്രധാനപ്പെട്ട സ്പെസിഫിക്കേഷൻ ഞാനൊന്ന് പറയാം. 6.67 ഇഞ്ച് വരുന്ന ഫുൾ HD പ്ലസ് LCD ഡിസ്പ്ലേ ആണുള്ളത്. Qualcomm Snapdragon 720G എന്ന പ്രോസറാണ്. 3 വേരിയന്റുകളാണ്. 4GB RAM 64GB സ്റ്റോറേജ്, 6GB RAM 64GB സ്റ്റോറേജ്, 6GB RAM 128GB സ്റ്റോറേജ്. 5000 mAh ബാറ്ററിയോടൊപ്പം 33 വാട്ട് ഫാസ്റ്റ് ചാർജറാണ് വരുന്നത്. ക്യാമറ 48 മെഗാപിക്സലാണ് f1.79 ആപ്പച്ചറിൽ. 5 മെഗാപിക്സലിന്റെ മാക്രോ സെൻസറുമുണ്ട് f2.4 ആപ്പച്ചറിൽ. 8 മെഗാപിക്സലിന്റെ വൈഡ് ആംഗിൾ ക്യാമറയും ഒരു 2 മെഗാപിക്സലിന്റെ ഡെപ്ത് സെൻസറും വരുന്നുണ്ട്. ഫ്രണ്ട് ക്യാമറ 16 മെഗാപിക്സലാണ്. പ്രൈസ് നോക്കിക്കഴിഞ്ഞാൽ 4GB RAM 64GB സ്റ്റോറേജിന് 14,000 രൂപയാണ്. 6GB RAM 64GB സ്റ്റോറേജിന് 15,000 രൂപ. 6GB RAM 128GB സ്റ്റോറേജിന് 17,000 രൂപയുമാണ് വരുന്നത്. ഇപ്പോൾ ഫോൺ നമ്മൾ സെറ്റപ്പ് ചെയ്തെടുത്തിരിക്കുകയാണ്. ആപ്പ് ഡ്രോയിങ് കാര്യങ്ങളൊക്കെ കാണാം. വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു ഓപ്പറേഷൻ തന്നെയാണ് നമുക്ക് ഇതിനകത്ത് കിട്ടുന്നത്. വലിയ പ്രശ്നമൊന്നുമില്ല. കുറേയധികം ആപ്ലിക്കേഷനുകൾ നമുക്ക് ഇതിനകത്ത് കാണാം. ധാരാളം ആപ്ലിക്കേഷനുകളുണ്ട്. നമുക്കതിൽ ആവശ്യമില്ലാത്ത കുറച്ചെണ്ണം അൺഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുമെന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അൺഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്നൊരവസ്ഥയാണ് കാണുന്നത് കണ്ടത്. ഇതുപോലെ കുറച്ച് ആപ്ലിക്കേഷനുകളൊക്കെ നമുക്ക് ഇതിനകത്ത് അനാവശ്യമായിട്ട് തോന്നിയാൽ അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാൻ വേണ്ടി സാധിക്കും. അതിനിങ്ങനെ ഹോൾഡ് ചെയ്തിട്ട് ആപ്പ് ഇൻഫോ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് അൺഇൻസ്റ്റാളിനുള്ള ഓപ്ഷൻ ഉണ്ട്. അങ്ങനെ ഈസി ആയിട്ട് നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് അനാവശ്യമായ ആപ്ലിക്കേഷനുകൾ കുറേ എണ്ണത്തിനൊക്കെ ഇങ്ങനെ കളയാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കും. സാർ വാല്യൂ നിങ്ങൾക്ക് ഇവിടെ കാണാം. 0.91 ആണ് ഹെഡ് സാർ വാല്യൂ. ബോഡി സാർ വാല്യൂക്ക് വന്നു കഴിഞ്ഞാൽ 0.669 ആണ്. അപ്പോൾ ഓവറോൾ ഒരു ഗുഡ് സാർ വാല്യൂമായിട്ടാണ് ഈ ഒരു ഫോൺ നമ്മുടെ മുമ്പിലേക്ക് എത്തുന്നത്. ഇനി ഇതിൻ്റെ സെറ്റിംഗ്സിലെ എബൌട്ട് സെക്ഷൻ ഒന്ന് എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളൊക്കെ കാണാം. ഓൾ സ്പെക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും ടോപ്പ് സൈഡിൽ പോക്കോ എന്ന ബ്രാൻഡിങ് കാണാം. മോഡൽ നെയിം പോക്കോ M2 Pro ഉണ്ട്. MIUI 11 ആണ്.
ആൻഡ്രോയിഡ് വെർഷൻ 10 ആണ്. അതേപോലെ തന്നെ സെക്യൂരിറ്റി പാച്ച് ലെവൽ നോക്കിയാൽ ജൂൺ ആണ് കിടക്കുന്നത്. 6GB റാമിൻ്റെ മോഡലാണ്. അതേപോലെ തന്നെ ഇതിൻ്റെ സ്റ്റോറേജ് നോക്കിക്കഴിഞ്ഞാൽ 64 GB നമുക്ക് 44 GB നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ എബൌട്ട് സെക്ഷനിൽ വരുന്നത്. MIUI 12ൻ്റെ അപ്ഡേഷൻ ഒന്നും വന്ന് കാണുന്നില്ല. MIUI 11 തന്നെയാണ് കിടക്കുന്നത്. ഒരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്, നമുക്കത് ചെയ്യാം. ഇനി ഇതിൻ്റെ കേസിൻ്റെ കാര്യം നോക്കിയാൽ നിങ്ങളിവിടെ കാണുന്ന പോലെയാണ്. റിയർ സൈഡിലൊക്കെ നമുക്ക് അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുള്ളൊരു കേസ് തന്നെയാണ്. ക്യാമറ ബമ്പിലേക്ക് അങ്ങോട്ട് ഏറെക്കുറെ അടുത്ത് നിൽക്കുന്നുണ്ട്, ഇത്തിരി കയറി നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് റിയർ സൈഡിൽ വലിയ സീൻ ഉണ്ടാവില്ല. ഫ്രണ്ടിലേക്ക് വന്നാലും നമുക്ക് അത്യാവശ്യം കയറി തന്നെയാണ് ഫ്രണ്ടിലേക്ക് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ പെട്ടെന്നൊന്നും സ്ക്രാച്ച് അങ്ങനത്തെ കമഴ്ത്തി വെച്ചാലും പെട്ടെന്ന് സ്ക്രാച്ച് വീഴാത്ത നല്ല സ്ട്രോങ് ആയ ഒരു കേസാണ് ഇതിൻ്റെ ഒപ്പം കിട്ടുന്നത്. DRM ലൈസൻസിൻ്റെ കാര്യം നോക്കി കഴിഞ്ഞാൽ Widevine L1 സർട്ടിഫൈഡ് ആണ്. സോ നിങ്ങൾക്ക് ഫുൾ HD സ്ട്രീമിംഗ് കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ചെയ്യാൻ സാധിക്കും. അതായത് നെറ്റ്ഫ്ലിക്സ്, ആമസോണിൽ നിന്നൊക്കെയുള്ള ഫുൾ HD വീഡിയോസ്. ഇനി ക്യാമറ ടു API ലെവൽ 3 എനേബിൾഡ് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഗൂഗിൾ ക്യാമറ പോലുള്ള തേർഡ് പാർട്ടി ആപ്ലിക്കേഷനുകൾ അതിൻ്റെ ഫുൾ പവറിൽ തന്നെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ഡിസ്പ്ലേയിൽ ഡാർക്ക് മോഡും കാര്യങ്ങളൊക്കെ ഇതിനകത്തും അവൈലബിൾ ആണ്. അത് നമുക്ക് ഓൾറെഡി അറിയാം. ഈ പോക്കോ അല്ലെങ്കിൽ MI ഡിവൈസുകളൊക്കെ അത് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഇവിടെ കാണാം ഈ രീതിയിൽ വളരെ ഡീസൻ്റായ ഒരു ഡീപ്പ് ബ്ലാക്കും കാര്യങ്ങളൊക്കെ അടങ്ങുന്ന ഒരു നല്ല ഡീസൻ്റായ ബ്ലാക്ക് തീം തന്നെയാണ്, അല്ലെങ്കിൽ ബ്ലാക്ക് മോഡ് അല്ലെങ്കിൽ ഡാർക്ക് മോഡ് തന്നെയാണ് ഇതിൻ്റെ ഒപ്പം വരുന്നത്. ഓവറോൾ അത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ലുക്കായിരിക്കും നമുക്ക് കിട്ടുന്നത്. വാൾപേപ്പറും കൂടി ബ്ലാക്ക് ഇടുകയാണെങ്കിൽ നല്ല ഒരു സെറ്റായി. ഞാനിവിടെ ലൈറ്റ് വാൾപേപ്പർ ഇട്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഇതാണ് ഡാർക്ക് മോഡിൻ്റെ ഒരു എഫക്റ്റ് എന്ന് പറയുന്നത്. നല്ല ഡീസൻ്റ് ആയിട്ടുള്ള ഒരു ഫീലാണ് നമുക്ക് കിട്ടുന്നത്. ഇനി നമുക്ക് ഫിംഗർ പ്രിൻറ്റ് സെൻസറിൻ്റെ ഒരു പെർഫോമൻസ് ഒന്ന് നോക്കാം. ജസ്റ്റ് നമ്മൾ ടാപ്പ് ചെയ്യുമ്പോൾ തന്നെ ജസ്റ്റ് അതിലേക്ക് ഫിംഗർ വെക്കുമ്പോൾ തന്നെ ഈസി ആയിട്ട് അൺലോക്ക് ആവുന്നുണ്ട്. സോ സഫീഷ്യൻ്റ്ലി ഫാസ്റ്റായ ഒരു ഫിംഗർ പ്രിൻറ്റ് സെൻസർ സംവിധാനമാണ് ഇതിനകത്തുള്ളത്. സൈഡ് മൗണ്ടഡ് ആണ് ഫിംഗർ പ്രിൻറ്റ് സെൻസർ. അതുകൊണ്ട് തന്നെ കുറച്ചും കൂടി കൺവീനിയൻ്റ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്ന ഒരു പൊസിഷനാണത്. ഇനി നമുക്ക് ഇതിൻ്റെ ഫേസ് അൺലോക്ക് സംവിധാനം ഒന്ന് നോക്കാം. ഫേസ് അൺലോക്ക് ഫേസ് കാണുന്ന വഴി തന്നെ ഫാസ്റ്റായിട്ട് അൺലോക്ക് ആവുന്നുണ്ട്. അപ്പോൾ ഫിംഗർ പ്രിൻറ്റ് സെൻസറും ഫേസ് അൺലോക്കും ഒരുപോലെ തന്നെ ഫാസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ റെസ്പോൺസീവായ സംവിധാനങ്ങളാണ് ഇതിനകത്ത് ഉള്ളത്. ഇനി ഇതിൻ്റെ ക്യാമറയിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്ലോ മോഷൻ, ആദ്യത്തെ സെക്ഷൻ സ്ലോ മോഷൻ ആണ്. 960 ഫ്രെയിം പെർ സെക്കൻഡ്, 120 ഫ്രെയിം പെർ സെക്കൻഡ്, 240 ഫ്രെയിം പെർ സെക്കൻഡ്, അങ്ങനെ 3 സ്ലോ മോഷൻ ഓപ്ഷനുകൾ നമുക്ക് ഇതിനകത്ത് അവൈലബിൾ ആണ്. ഇനി അതേപോലെ തന്നെ ഷോർട്ട് വീഡിയോ, നമുക്ക് ചെറിയ വീഡിയോ ക്ലിപ്പുകൾ എടുക്കാനുള്ള സംവിധാനം ഇതിനകത്തുണ്ട്. അതേപോലെ തന്നെ വീഡിയോ മോഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കതിൻ്റെ റെസൊല്യൂഷനും കാര്യങ്ങളൊക്കെ ഒന്ന് പരിശോധിക്കാം. റെസൊല്യൂഷനിലേക്ക് വരുമ്പോൾ ഫുൾ HD നമുക്ക് നോർമലി HD, പിന്നെ ഫുൾ HD 30, 60 നമുക്ക് അവൈലബിൾ ആണ്. 4K വരുമ്പോൾ 30 മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് വീഡിയോയുടെ സ്പെസിഫിക്കേഷൻ ആയിട്ടുള്ളത്. ഇനി നമുക്ക് അടുത്തതായിട്ട് ഇതിൻ്റെ ഫോട്ടോ സെക്ഷൻ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ഫോട്ടോയിൽ നമുക്ക് സൂമിങ് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. താഴെ നിങ്ങൾക്ക് 3 ഓപ്ഷനുകൾ കാണാം. ഒരു 2x സൂം, അതിന് 10x ഡിജിറ്റൽ സൂം വരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വൈഡ് ആംഗിൾ നമുക്കിവിടെ അവൈലബിൾ ആണ്. അത് ഈ രീതിയിലാണ്. ജസ്റ്റ് ടാപ്പ് ചെയ്തുകൊണ്ട് ഡബിൾ ടാപ്പ് ഒക്കെ ചെയ്തുകൊണ്ട് ഇങ്ങനെ ഈസി ആയിട്ട് വൈഡ് ആംഗിൾ ഇമേജുകൾ എടുക്കാം. സൂം ചെയ്യണമെങ്കിൽ കൈ കൊണ്ട് പിഞ്ച് ഔട്ട് ചെയ്ത് ഇങ്ങനെ ഈസി ആയിട്ട് സൂം ചെയ്യാം. 10x വരെ സൂം ചെയ്യാൻ പറ്റും. ഡിജിറ്റൽ സൂം ആണ്. സോ വലിയൊരു അത്ഭുതകരമായ ക്വാളിറ്റി ഒന്നും എക്സ്പെക്ട് ചെയ്യരുത്. ഡിജിറ്റൽ സൂമിൻ്റെതായ ഒരു സംഭവം തന്നെയായിരിക്കും ഉണ്ടായിരിക്കുക. അടുത്തതായിട്ട് 48 മെഗാ പിക്സൽ ആണ്. നോർമലി ഇതിൻ്റെ ഹൈ റെസൊല്യൂഷൻ എന്ന് പറയുന്നത് 48 ആണ്. അതെടുക്കാൻ വേണ്ടി ആ ഓപ്ഷൻ ഉപയോഗിക്കാം. പോർട്രേറ്റ് മോഡ് എടുക്കാനുള്ള ഓപ്ഷനാണ് അടുത്തതായിട്ട് കാണുന്നത്. നൈറ്റ് മോഡിൻ്റെ ഓപ്ഷൻ ഉണ്ട്, പനോരമയുടെ ഓപ്ഷൻ ഉണ്ട്. ഇനി പ്രോ മോഡിലേക്ക് വന്നു കഴിഞ്ഞാൽ 48 അടക്കം അവൈലബിൾ ആണ്. അതായത് നിങ്ങൾക്ക് ഫുൾ റെസൊല്യൂഷനിൽ തന്നെ ഈ പ്രോ മോഡിൽ നിങ്ങൾക്ക് അതിൻ്റെ കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് മാനുവലായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി സാധിക്കുന്ന സംവിധാനമാണുള്ളത്. അതല്ലാത്ത പക്ഷേ നിങ്ങൾക്ക് നോർമലായിട്ടുള്ള 48 വേറെയും അവൈലബിൾ ആണ്. അപ്പോൾ ഇത്രയുമാണ് ഇതിൻ്റെ റിയർ ക്യാമറയുടെ മെയിൻ സ്പെസിഫിക്കേഷൻ. സെൽഫി ക്യാമറയിലേക്ക് വന്നു കഴിഞ്ഞാൽ നല്ലൊരു ക്വാളിറ്റി തന്നെ നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. ടാപ്പ് ചെയ്ത് ഇമേജ് എടുത്ത് നമ്മൾ സൂം ചെയ്ത് നോക്കുമ്പോഴും നല്ല ക്വാളിറ്റി ഉണ്ട്. ഈവൻ ഞാനിപ്പോൾ ഇത് ഇൻഡോറിലാണ് നിൽക്കുന്നത്, എന്നിട്ട് ഒരു നല്ല ക്വാളിറ്റി നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അത്യാവശ്യം ലൈറ്റിംഗ് ഉണ്ട്. ആ ഒരു സിറ്റുവേഷനിൽ നല്ലൊരു ക്വാളിറ്റിയിൽ ഈ ഒരു ക്യാമറ പെർഫോം ചെയ്യുന്നത് കാണാം. എന്തായാലും ഇതിൻ്റെ കൂടുതൽ സാമ്പിളുകൾ ഞാൻ അടുത്ത സെക്ഷനിൽ ആഡ് ചെയ്ത് കാണിച്ചു തരാം. ഇനി ഇതിൻ്റെ സ്ലോ മോഷൻ, നമുക്ക് ഫ്രണ്ട് ക്യാമറയിലും സ്ലോ മോഷൻ്റെ ഓപ്ഷൻ കാണുന്നുണ്ട്. ജസ്റ്റ് ചെറിയൊരു ക്ലിപ്പ് ഒന്ന് എടുത്ത് നോക്കാം. ഓക്കെ, അപ്പോൾ സ്ലോ മോഷൻ ഇതിനകത്ത് വർക്ക് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് ഇവിടെ കാണാം. ഓവറോൾ സ്ലോ മോഷനും സെൽഫിയിൽ അടക്കം സ്ലോ മോഷൻ കിട്ടുന്ന ഒരു ഫോണാണ് പോക്കോ M2 Pro. ഇനി നമുക്ക് ഇതിൻ്റെ മറ്റുള്ള ഓപ്ഷനുകൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയും ഷോർട്ട് വീഡിയോ അതേപോലെ തന്നെ ഫോട്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നോർമലായിട്ട് നമ്മൾ കാണുന്ന എല്ലാ ഓപ്ഷനൊക്കെ തന്നെയാണ് ഇവിടെ ബാക്കിയായിട്ടും വരുന്നത്. ഇനി ഇമേജുകളുടെ ക്വാളിറ്റി എങ്ങനെയാണെന്നുള്ളത് ഞാൻ ജസ്റ്റ് കുറച്ച് സാമ്പിളുകളൊന്ന് ആഡ് ചെയ്ത് കാണിച്ചു തരാം. ഇപ്പോൾ നമ്മൾ എടുത്ത ഒരു ഫോട്ടോയാണ് ക്യാമറയ്ക്കകത്ത് നമ്മളിപ്പോൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ ഒരു ലൈറ്റിങ്ങിൽ എടുത്ത ഫോട്ടോ നല്ല ക്വാളിറ്റിയും ഡീറ്റെയിൽസ് ഇവർക്ക് ഇതിനകത്ത് തന്നെ കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് കുറച്ചധികം ഫോട്ടോസ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇൻഡോർ ലൈറ്റിംഗ് കണ്ടീഷനിൽ തന്നെ ഞാനൊരു ഇമേജ് ക്ലിക്ക് ചെയ്യുമ്പോഴും നല്ല ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. വീണ്ടും ഒരു ഇൻഡോർ ഇമേജ് കൂടി, അതും നല്ല ക്വാളിറ്റി തന്നെ കിട്ടിയിട്ടുണ്ട്. നമുക്കിനി പുറത്തേക്ക് ഇറങ്ങിയിട്ടുള്ള കാര്യങ്ങൾ നോക്കിയാൽ നല്ല സെൽഫി ക്വാളിറ്റി തന്നെയാണ്. പോർട്രേറ്റ് മോഡ് കൊടുക്കുമ്പോഴും നല്ലൊരു ഓവറോൾ ക്വാളിറ്റി ഉണ്ട്. നോർമൽ ഇമേജുകളാണെങ്കിലും നമുക്ക് സെൽഫി ക്യാമറ നല്ല മികച്ച ക്വാളിറ്റി തരുന്നുണ്ട്. ഇപ്പോൾ ഒരു ഇനീഷ്യൽ ഇംപ്രഷൻ എന്ന രീതിയിൽ ഒറ്റ കംപ്ലൈൻറ്റും പറയാനില്ല. നല്ല ഓവറോൾ ക്വാളിറ്റി, ഗുഡ് ക്വാളിറ്റി കിട്ടുന്ന സെൽഫി ക്യാമറയാണ് നമുക്ക് ഇതിനകത്തുള്ളത്. അപ്പോൾ നല്ല ഡയറക്റ്റ് സൺലൈറ്റ് ഉള്ള സ്ഥലത്തേക്കൊക്കെ വരുമ്പോഴും നല്ലൊരു മികച്ച ക്വാളിറ്റി നമുക്ക് കിട്ടുന്നുണ്ട്.
മെയിൻ ക്യാമറയുടെ ഒരു കാര്യം നോക്കിയാൽ ഈ ഒരു സാമ്പിളാണ് നിങ്ങൾക്ക് അതിൻ്റെ എക്സാമ്പിളായിട്ട് ഒരു നല്ല ക്വാളിറ്റി പോർട്രേറ്റ് മോഡ് അടക്കം കൊടുക്കുമ്പോഴും നമുക്ക് നല്ലൊരു ക്വാളിറ്റി കിട്ടുന്നുണ്ട്. മറ്റൊരു ഇമേജ് കൂടി കാണാം. അപ്പോൾ ഓവറോൾ നമുക്ക് എല്ലാ ഇമേജുകളും തന്നെ നല്ല ക്വാളിറ്റിയാണ്. നോർമലായിട്ടുള്ള ലാൻഡ്സ്കേപ്പ് ഇമേജുകൾ കണ്ടു കഴിഞ്ഞാൽ ഒരു നല്ല ക്വാളിറ്റി തന്നെ നമുക്ക് അവിടെയും ഡീറ്റെയിൽസിലൊക്കെ കിട്ടുന്നുണ്ട്. കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള ഇമേജ് ക്ലാരിറ്റിയും അതിൻ്റെ ഡീറ്റെയിൽസും ഒക്കെ ഞാൻ ക്യാമറ റിവ്യൂ ചെയ്യുമ്പോൾ അതിൽ വിശദമായിട്ട് കാണിച്ചു തരാം. ഒരു ചെറിയ 1-2 വീഡിയോ സാമ്പിൾ കൂടി നമുക്ക് ഇവിടെ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു വീഡിയോ ക്വാളിറ്റി. ഓവറോൾ ഒരു ഗുഡ് ക്വാളിറ്റി തന്നെയാണ് നമുക്ക് മെയിൻ ക്യാമറയുടെ വീഡിയോ സാമ്പിളിലും കാണാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് ഇവിടെ ഒരു എക്സ്പോഷർ ചേഞ്ചിലൊന്നും ഒരു തരത്തിലുള്ള ഇഷ്യൂസും കാണാനില്ല. ബട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് ഉപയോഗിക്കുമ്പോൾ നമ്മൾ നോർമൽ യൂസിൽ ഉപയോഗിക്കുമ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ വ്യത്യാസങ്ങളുണ്ടോ എന്നുള്ളതൊക്കെ വരും ദിവസങ്ങളിൽ ഞാൻ ക്യാമറ റിവ്യൂവിൽ ഞാൻ വിശദമായിട്ട് പറയാം. സെൽഫി ക്യാമറയുടെ ഒരു വീഡിയോ ക്വാളിറ്റി നോക്കിയാൽ ഈ കാണുന്ന രീതിയിലുള്ളൊരു ക്വാളിറ്റിയാണ്. ഓവറോൾ നല്ല ക്വാളിറ്റി തന്നെയാണ്. എന്തായാലും വിശദമായിട്ട് ഞാൻ അതിനെക്കുറിച്ചൊക്കെ ക്യാമറ റിവ്യൂവിൽ പറയാം. ഒരു ഇനീഷ്യൽ ഇംപ്രഷൻ രീതിയിൽ നോക്കുമ്പോൾ എല്ലാം കൊണ്ടും നല്ലൊരു എക്സ്പീരിയൻസ് ആണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. സോ അത്രയുമാണ് ഒരു അൺബോക്സിങ് ആൻഡ് ഇനീഷ്യൽ ഇംപ്രഷൻ എന്ന് പറയുന്ന ഒരു വീഡിയോ. സോ ഫൈനലി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പോക്കോ M2 Pro ഒരു ഇനീഷ്യൽ ഇംപ്രഷൻ നമുക്ക് പറയാൻ കഴിയുന്നത് അപ്പോൾ മുമ്പ് Redmi Note 9 Proയിലൊക്കെ കണ്ട ആ ഒരു എൻഹാൻഡ് ഫീൽ, ഒരു ഇച്ചിരി വെയിറ്റ് ഒക്കെയുള്ള ഒരു നല്ല സ്ട്രോങ് ആയ ഒരു ഡിവൈസ്, ആ ഒരു ഫീലാണ്. ക്യാമറയും അതേപോലെ തന്നെ പെർഫോമൻസും കാര്യങ്ങളെല്ലാം ഒരു ഇനീഷ്യൽ ഇംപ്രഷനിൽ നോക്കുമ്പോൾ ഒരു നല്ല അടിപൊളി സെറ്റപ്പ് ആയിട്ടാണ് തോന്നുന്നത്. ക്യാമറ ആയാലും നല്ലൊരു ഓവറോൾ ക്വാളിറ്റി നമ്മൾ ഇമേജുകളിൽ കണ്ടു. സോ ഒരു ഇനീഷ്യൽ ഇംപ്രഷൻ എന്ന നിലയ്ക്ക് ഞാൻ വളരെ സാറ്റിസ്ഫൈഡ് ആണ്. എന്തായാലും ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ചതിന് ശേഷം അതിൻ്റെ കാര്യങ്ങൾ ഞാൻ വരും ദിവസം വീഡിയോകളിൽ ഫുൾ റിവ്യൂലൊക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യുക. കൂടുതൽ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക. വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം.